നമസ്കാരം സുഹൃത്തുക്കളെ, നിങ്ങളെല്ലാവർക്കും കേരള പ്രൈം ന്യൂസിലേക്ക് സ്വാഗതം. ചാലു നോക്കാം കേരളത്തിലെ എല്ലാ 14 ജില്ലകളിലെ ചെറുതും വലുതുമായ വാർത്തകളിലേക്ക്. പക്ഷേ അതിനു മുമ്പ് നിങ്ങൾ ഈ വീഡിയോ ഏത് ജില്ലയിൽ നിന്നോ, ഗ്രാമം, നഗരം അല്ലെങ്കിൽ മൊഹല്ലയിൽ നിന്നോ ആണ് കാണുന്നത് എന്ന് കമന്റ് ചെയ്ത് നിർബന്ധമായും അറിയിക്കൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ ഗ്രാമം, നഗരം, മൊഹല്ലയിലെ വാർത്തകൾ നിങ്ങൾക്കെത്തിക്കാൻ ഞങ്ങൾക്ക് ആദ്യം തന്നെ കഴിയും. വാർത്തകൾ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ദയവായി ഈ വീഡിയോ ലൈക്ക് ചെയ്യൂ. കാരണം നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുമ്പോഴാണ് യൂട്യൂബ് ഈ വീഡിയോ കൂടുതൽ ആളുകൾക്ക് കാണിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾക്ക് നിങ്ങളുടെ ഓരോ ലൈക്കും വളരെ അത്യാവശ്യമാണ്. കേരളത്തിൽ ഇന്ന് ഒരു ചരിത്രപരമായ രാഷ്ട്രീയ മാറ്റം നടക്കാനിരിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് വി.ഡി. സതീശൻ സംസ്ഥാനത്തിന്റെ 13ാമത് മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞയും രഹസ്യപ്രതിജ്ഞയും ഏറ്റെടുക്കും. ഐക്യജനാധിപത്യ മുന്നണി എന്ന യു.ഡി.എഫിന്റെ ഉജ്ജ്വല വിജയം നേടിയതിനുശേഷം ഈ സത്യപ്രതിജ്ഞാ ചടങ്ങ് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ രാവിലെ 10 മണിക്ക് സംഘടിപ്പിച്ചിരിക്കുന്നു. ഈ ഭംഗിയാർന്ന രാഷ്ട്രീയ ചടങ്ങിൽ പങ്കെടുക്കുന്നതിനായി കോൺഗ്രസിന്റെ മുൻനിര നേതാക്കളായ മല്ലികാർജ്ജുൻ ഖാർഗെ, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും ഇതിനകം തന്നെ കേരളത്തിലെത്തിയിട്ടുണ്ട്. മുഖ്യമന്ത്രി വി.ഡി. സതീശനോടൊപ്പം ഇന്ന് ആകെ 20 മന്ത്രിമാരടങ്ങുന്ന പൂർണ്ണ മന്ത്രിസഭ ഒരേ സമയം സത്യപ്രതിജ്ഞ ചെയ്യാനിരിക്കുകയാണ്. കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ ഏകദേശം 60 വർഷങ്ങൾക്ക് ശേഷം ആദ്യമായാണ് പൂർണ്ണ മന്ത്രിസഭ ഒരുമിച്ച് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്. പുതിയ മന്ത്രിസഭയിൽ പരിചയസമ്പന്നരായ നേതാക്കളോടൊപ്പം 14 പുതിയ മുഖങ്ങളെയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സത്യപ്രതിജ്ഞ ചെയ്യുന്ന പ്രധാനമന്ത്രിമാരിൽ കെ കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല, കെ മുരളീധരൻ, സണ്ണി ജോസഫ് തുടങ്ങിയ മുതിർന്ന നേതാക്കളും ഉൾപ്പെടുന്നു. കേരളത്തിൽ പുതിയ സർക്കാർ രൂപീകരിക്കുന്നതിനൊപ്പം മന്ത്രിമാരുടെ വകുപ്പുകളുടെ വിഭജനത്തിലും ധാരണയായിട്ടുണ്ട്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് കെ മുരളീധരന് ആരോഗ്യവും ദേവസ്വവും പോലുള്ള പ്രധാന വകുപ്പുകൾ നൽകുമെന്ന കാര്യമാണ് പുറത്തുവരുന്നത്. ഇതിനെ ചൊല്ലി മുമ്പ് ചില അഭിപ്രായഭേദങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും ഇപ്പോൾ അത് പരിഹരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി സതീശൻ അറിയിച്ചതുപോലെ വകുപ്പുകളുടെ അന്തിമ പട്ടിക ഗവർണർക്ക് കൈമാറിയിട്ടുണ്ട്. ഉടൻ തന്നെ ഇത് ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിക്കും. പുതിയ നിയമസഭയ്ക്കായി യു.ഡി.എഫ് സഖ്യം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ നിയമസഭാ സ്പീക്കറായി തെരഞ്ഞെടുത്തിട്ടുണ്ട്. അതോടൊപ്പം മുതിർന്ന വനിതാ നേതാവ് ഷാനിമോൾ ഉസ്മാനെ ഡെപ്യൂട്ടി സ്പീക്കർ പദവിയിലേക്കും തെരഞ്ഞെടുത്തു. അനുഭവത്തിനും മുതിർന്നത്വത്തിനും പൂർണ്ണ ബഹുമാനം നൽകിയാണ് ഈ തീരുമാനമെടുത്തതെന്ന് സഖ്യനേതാക്കൾ പറഞ്ഞു. സഭയുടെ പ്രവർത്തനം ഗൌരവത്തോടെയും കാര്യക്ഷമതയോടെയും നടത്താനാണിതിന്റെ ലക്ഷ്യം. കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനു മുമ്പ് വി.ഡി. സതീശൻ വ്യക്തമായി അറിയിച്ചു, മുസ്ലിം ലീഗിനെ ലക്ഷ്യമാക്കുകയോ അതിനെ മതേതരമല്ലെന്ന് ചിത്രീകരിക്കുകയോ ചെയ്യുന്ന ഏതൊരു ശ്രമവും തന്റെ സർക്കാർ സഹിക്കില്ലെന്ന്. മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു, തിരഞ്ഞെടുപ്പിൽ യു.ഡി.എഫ് പൂർണ്ണ ഐക്യത്തോടെ പോരാടിയതുപോലെ മുന്നോട്ടും ഈ ഐക്യം നിലനിർത്തും. കേരളത്തിന്റെ വികസനത്തിനായി പ്രതിപക്ഷത്തോടും അനുകൂല സഹകരണം അഭ്യർത്ഥിച്ചു. കേരളത്തിൽ പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിനെ മുന്നിൽ കണ്ട് തലസ്ഥാനമായ തിരുവനന്തപുരത്ത് കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. സെൻട്രൽ സ്റ്റേഡിയവും രാജ്ഭവനും ചുറ്റിപ്പറ്റിയ പ്രദേശങ്ങളിൽ വലിയ പോലീസ് സേനയെ വിന്യസിച്ചിട്ടുണ്ട്. ഗതാഗത നിയമങ്ങളിൽ മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. വി.ഐ.പി അതിഥികളുടെ വരവ് കണക്കിലെടുത്ത് സുരക്ഷാ ഏജൻസികൾ പൂർണ്ണ ജാഗ്രതയിലാണ്. ഈ ചടങ്ങിൽ കർണാടകയും തെലങ്കാനയും സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരും പങ്കെടുക്കും. ഇന്ത്യൻ കാലാവസ്ഥാ വകുപ്പ് കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടുത്ത കുറച്ച് ദിവസങ്ങൾ ശക്തമായ മഴയും ഇടിമിന്നലോടുകൂടിയ കനത്ത കാറ്റും ഉണ്ടാകുമെന്ന് പ്രവചിച്ചിട്ടുണ്ട്. ഉത്തരേന്ത്യയിൽ കടുത്ത ചൂട് തുടരുമ്പോഴും കേരളത്തിൽ പ്രീ മൺസൂൺ പ്രവർത്തനങ്ങളാൽ കാലാവസ്ഥയിൽ വലിയ മാറ്റമാണ് അനുഭവപ്പെടുന്നത്. കടലോര മേഖലകളിലെ ജനങ്ങളും മത്സ്യത്തൊഴിലാളികളും കടലിൽ പോകാതിരിക്കണമെന്നും മോശം കാലാവസ്ഥക്കാലത്ത് ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് ശക്തമായ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. കാലാവസ്ഥാ ശാസ്ത്രജ്ഞരുടെ അഭിപ്രായത്തിൽ ഈ വർഷം തെക്കുപടിഞ്ഞാറൻ മൺസൂൺ ബംഗാൾ ഉൾക്കടലിലും അറബിക്കടലിന്റെ ചില ഭാഗങ്ങളിലുമായി വേഗത്തിൽ മുന്നേറുകയാണ്. സാധാരണയായി മെയ് മാസം 26-നോടടുത്ത് കേരളത്തിൽ മൺസൂൺ എത്തുമെന്ന ശക്തമായ സാധ്യതയാണ് വിലയിരുത്തുന്നത്. പ്രീ മൺസൂൺ മഴ സംസ്ഥാനത്ത് ഇപ്പോഴേ തന്നെ താപനില ഗണ്യമായി കുറച്ചതിനാൽ ആളുകൾക്ക് കടുത്ത ചൂടിൽ നിന്ന് വലിയ ആശ്വാസമാണ് ലഭിച്ചത്. കൃഷിപ്രവർത്തനങ്ങൾക്കും വേഗം കൈവരിച്ചിട്ടുണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഒരു കാറിൽ പെട്ടെന്ന് തീപിടിച്ചതിനെ തുടർന്ന് ഒരു ഗർഭിണി സ്ത്രീ പൊള്ളലേറ്റ് മരിച്ച സംഭവത്തിൽ പുതിയ വഴിത്തിരിവുണ്ടായി. ഈ സംഭവത്തിന് പിന്നിൽ ഗൂഢാലോചനയും രഹസ്യവുമുണ്ടെന്ന സംശയമാണ് മരിച്ചവരുടെ കുടുംബം ഉന്നയിക്കുന്നത്. കുടുംബത്തിന്റെ പരാതിയെ തുടർന്ന് പ്രാദേശിക പോലീസ് കേസ് പുതുതായി അന്വേഷിക്കാൻ ആരംഭിച്ചു. ഫോറൻസിക് സംഘം കാറിന്റെ അവശിഷ്ടങ്ങളിൽ നിന്ന് തെളിവുകൾ ശേഖരിക്കുകയാണ്. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കോഴിക്കോട് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ പാർട്ടിയിലെ മുതിർന്ന നേതാക്കളിടയിൽ കടുത്ത വാദപ്രതിവാദവും ആഭ്യന്തര കലഹവും തുറന്നുവെളിച്ചത്തായി. യോഗത്തിനിടെ എം.വി. ഗോവിന്ദൻ ഉൾപ്പെടെയുള്ള നേതാക്കൾ പാർട്ടിയിലെ ചില മന്ത്രിമാർ തമ്മിലുള്ള അഹങ്കാര പോരാട്ടത്തെയും അഭിപ്രായഭേദങ്ങളെയും ശക്തമായി വിമർശിച്ചു. ഈ ആഭ്യന്തര തർക്കങ്ങൾ അടുത്ത കാലത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലങ്ങളിൽ പോലും സ്വാധീനം ചെലുത്തിയതായാണ് പാർട്ടി പ്രവർത്തകർ കരുതുന്നത്. തിരുവനന്തപുരം അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ കസ്റ്റംസ് വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ വലിയ പരിശോധനയിൽ ലക്ഷക്കണക്കിന് രൂപ മൂല്യമുള്ള അനധികൃത സ്വർണ്ണക്കടത്ത് പരാജയപ്പെടുത്തി. ഗൾഫ് രാജ്യത്തിൽ നിന്ന് എത്തിയ ഒരു യാത്രക്കാരനിൽ നിന്ന് ഏകദേശം 1 കിലോയും 1/2 കിലോയും സ്വർണം പിടിച്ചെടുത്തു. അത് അദ്ദേഹം തന്റെ ലഗേജിൽ ഒളിപ്പിച്ചിരുന്നതായിരുന്നു. പ്രതിയായ യാത്രക്കാരനെ കസ്റ്റഡിയിലെടുത്ത് കസ്റ്റംസ് വകുപ്പ് തുടർ ചോദ്യം ചെയ്യൽ ആരംഭിച്ചിട്ടുണ്ട്.
സംസ്ഥാനത്ത് തെരുവുനായകളുടെ വർദ്ധിച്ചുവരുന്ന എണ്ണവും കടിയേറ്റ് പരിക്കേൽക്കുന്ന സംഭവങ്ങളും സംബന്ധിച്ച് കേരള ഹൈക്കോടതി പ്രാദേശിക ഭരണകൂടത്തെ ശക്തമായി വിമർശിച്ചു. റോഡുകളിൽ അലയുന്ന ആക്രമണ സ്വഭാവമുള്ള നായകളിൽ നിന്ന് സാധാരണ പൌരന്മാരുടെയും സ്കൂൾ കുട്ടികളുടെയും സുരക്ഷ ഉറപ്പാക്കുന്നത് സർക്കാരിന്റെ പ്രഥമ ഉത്തരവാദിത്വമാണെന്ന് കോടതി പറഞ്ഞു. എല്ലാ നഗരസഭകളും മൃഗജനന നിയന്ത്രണ പദ്ധതി യുദ്ധകാലാടിസ്ഥാനത്തിൽ നടപ്പാക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. മൺസൂൺ സീസണിൽ ആഗോള വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി കേരള ടൂറിസം വകുപ്പ് പ്രത്യേക മൺസൂൺ ടൂറിസം പാക്കേജ് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ പദ്ധതിയുടെ ഭാഗമായി വയനാട്, മുന്നാർ തുടങ്ങിയ പ്രധാന ഹിൽ സ്റ്റേഷനുകളിൽ പ്രത്യേക സൌകര്യങ്ങളും ഇളവുകളും നൽകും. കേരളത്തിന്റെ പച്ചപ്പും മൺസൂൺ അനുഭവവും ലോകത്ത് അപൂർവമാണെന്ന് ടൂറിസം മന്ത്രി പറഞ്ഞു. ഇതിലൂടെ സംസ്ഥാനത്തിന്റെ വരുമാനം ഗണ്യമായി വർദ്ധിക്കുമെന്നും വ്യക്തമാക്കി. കേരള സംസ്ഥാന ലോട്ടറി വകുപ്പ് ഇന്ന് തന്റെ സാപ്താഹിക ലോട്ടറി ഫലങ്ങൾ പ്രഖ്യാപിച്ചു. ഇതിലൊരു സാധാരണ ദിവസവേതന തൊഴിലാളിക്ക് കോടിക്കണക്കിന് രൂപയുടെ ഒന്നാം സമ്മാനം ലഭിച്ചു. നിരവധി വർഷങ്ങളായി ഭാഗ്യം പരീക്ഷിച്ചു വരികയായിരുന്നുവെന്നും ഈ സമ്മാനത്തുക ഉപയോഗിച്ച് കടങ്ങൾ തീർക്കുകയും മക്കളുടെ ഉന്നത വിദ്യാഭ്യാസം ഉറപ്പാക്കുകയും ചെയ്യുമെന്നുമാണ് വിജയി അറിയിച്ചത്. ഈ വാർത്ത അദ്ദേഹത്തിന്റെ ഗ്രാമത്തിൽ വലിയ സന്തോഷ വാതാവരണം സൃഷ്ടിച്ചിട്ടുണ്ട്. കൊച്ചിയിൽ ഇന്ന് അന്താരാഷ്ട്ര മസാല വ്യാപാര സമ്മേളനത്തിന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള പ്രമുഖ മസാല കയറ്റുമതിക്കാരും ശാസ്ത്രജ്ഞരും ഇതിൽ പങ്കെടുത്തു. കുരുമുളക്, ഏലം തുടങ്ങിയ കേരളത്തിന്റെ പരമ്പരാഗത മസാലകളുടെ കയറ്റുമതി ആഗോള വിപണിയിൽ കൂടുതൽ ശക്തിപ്പെടുത്തുക എന്നതാണ് സമ്മേളനത്തിന്റെ പ്രധാന ലക്ഷ്യം. ജൈവ കൃഷിയും ആധുനിക പാക്കേജിംഗ് സാങ്കേതികവിദ്യകളും സ്വീകരിക്കണമെന്ന് വിദഗ്ധർ പ്രത്യേകമായി ഊന്നിപ്പറഞ്ഞു. പാലക്കാട് ജില്ലയിൽ കാട്ടാനകൾ വാസസ്ഥലങ്ങളിലേക്ക് കടന്ന് വിളകൾക്ക് വൻ നാശം വരുത്തിയതിനെ തുടർന്ന് പ്രാദേശിക കർഷകരിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു. കർഷകർ വനം വകുപ്പിനെതിരെ പ്രതിഷേധം നടത്തി സോളാർ വൈദ്യുതിയിൽ പ്രവർത്തിക്കുന്ന വേലികൾ സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ടു. ബാധിത കർഷകർക്ക് യോജിച്ച നഷ്ടപരിഹാരം നൽകുമെന്നും സുരക്ഷ ശക്തിപ്പെടുത്തുമെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഉറപ്പു നൽകി. എറണാകുളം ജില്ലയിൽ ഭക്ഷ്യസുരക്ഷാ വകുപ്പിന്റെ പ്രത്യേക സംഘം നിരവധി പ്രധാന ഹോട്ടലുകളിലും റെസ്റ്റോറന്റുകളിലും അപ്രതീക്ഷിത പരിശോധന നടത്തി. പരിശോധനയിൽ വൻതോതിൽ പഴകിയതും മലിനവുമായ മാംസം കണ്ടെത്തിയതിനെ തുടർന്ന് 3 പ്രശസ്ത ഹോട്ടലുകൾ ഉടൻ സീൽ ചെയ്തു. ജനങ്ങളുടെ ആരോഗ്യത്തോട് കളിക്കുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് വകുപ്പ് മുന്നറിയിപ്പ് നൽകി. ഡെങ്കിപ്പനിയും വൈറൽപ്പനിയും സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ പെട്ടെന്ന് വർദ്ധിച്ചതിനെ തുടർന്ന് കേരള ആരോഗ്യവകുപ്പ് ഹൈ അലർട്ട് പ്രഖ്യാപിച്ചു. എല്ലാ സർക്കാർ സ്വകാര്യ ആശുപത്രികൾക്കും പ്രത്യേക വാർഡുകൾ ഒരുക്കാനും ആവശ്യമായ മരുന്ന് ഹദാവ് സ്റ്റോക്ക് ഉറപ്പാക്കാനും നിർദ്ദേശം നൽകി. വീടുകളുടെയും പരിസരങ്ങളുടെയും ചുറ്റുപാടുകളിൽ വെള്ളം കെട്ടിക്കിടക്കാതിരിക്കാൻ ജനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യ ഉദ്യോഗസ്ഥർ അഭ്യർത്ഥിച്ചു. കൊച്ചി മെട്രോ റെയിൽ കോർപ്പറേഷൻ യാത്രക്കാരുടെ വർദ്ധിച്ചുവരുന്ന എണ്ണം കണക്കിലെടുത്ത് കൂടുതൽ പുതിയ ട്രെയിനുകൾ ഉൾപ്പെടുത്താനും സർവീസുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാനും തീരുമാനിച്ചു. മെട്രോ സ്റ്റേഷനുകളിൽ ഡിജിറ്റൽ പേയ്മെന്റ് സംവിധാനങ്ങളും ഫീഡർ ബസ് സേവനങ്ങളും കൂടുതൽ ശക്തിപ്പെടുത്തും. ഇതിലൂടെ പ്രധാന റോഡുകളിലെ ഗതാഗതക്കുരുക്ക് വലിയ തോതിൽ കുറയുമെന്നാണ് അധികൃതരുടെ വിലയിരുത്തൽ. വയനാട്ടിലെ ചായത്തോട്ടം തൊഴിലാളികൾ കുറഞ്ഞ വേതനം വർദ്ധിപ്പിക്കണമെന്നും മെച്ചപ്പെട്ട ചികിത്സാ സൌകര്യങ്ങൾ നൽകണമെന്നും ആവശ്യപ്പെട്ട് ഇന്നു മുതൽ അനിശ്ചിതകാല സമരം ആരംഭിച്ചു. വിവിധ തൊഴിലാളി യൂണിയനുകളുടെ നേതൃത്വത്തിൽ നൂറുകണക്കിന് തൊഴിലാളികൾ തോട്ടമുടമകൾക്കെതിരെ പ്രതിഷേധത്തിലാണ്. സമരം മൂലം ചായയില പറിക്കൽ പൂർണ്ണമായി നിലച്ചതിനാൽ വ്യവസായത്തിന് വലിയ നഷ്ടമുണ്ടാകുമെന്ന ആശങ്ക ഉയർന്നിട്ടുണ്ട്. കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ വിവിധ സർക്കാർ വകുപ്പുകളിൽ ഒഴിവുള്ള ആയിരക്കണക്കിന് തസ്തികകൾ നികത്തുന്നതിനായി പുതിയ നിയമന പരീക്ഷകളുടെ പൂർണ്ണ സമയക്രമം പുറത്തിറക്കി. നിയമന നടപടികൾ പൂർണ്ണമായും സുതാര്യവും ഡിജിറ്റലുമായിരിക്കുമെന്ന് കമ്മീഷൻ ചെയർമാൻ വ്യക്തമാക്കി. ഇതിലൂടെ യുവാക്കൾക്ക് നിശ്ചിത സമയപരിധിക്കുള്ളിൽ തൊഴിൽ ലഭ്യമാക്കാനാണ് ലക്ഷ്യം. ഈ പ്രഖ്യാപനം സംസ്ഥാനത്തെ ലക്ഷക്കണക്കിന് മത്സരാർത്ഥികളിൽ വലിയ ആവേശം സൃഷ്ടിച്ചിട്ടുണ്ട്.